ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC MCQ സോണിന്റെ മറ്റൊരു PYQ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മോഡേൺ ഇന്ത്യയാണ്. മോഡേൺ ഇന്ത്യ എന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മുൻകാല ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഇതിന്റെ ഒരു പാർട്ട് 1 ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പൊ അതും കൂടി കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓരോ ചോദ്യവും വീഡിയോ പോസ് ചെയ്ത് വെച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ആൻസർ ഉള്ള ഭാഗത്തേക്ക് നീങ്ങുക. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. Mere political Swaraj would mean English rule without the Englishmen. Who argued this? Dr. Ambedkar, Gandhi, Dadabhai Naoroji, C. Balgangadhar Tilak. വെറുതെ ഒരു പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അത് ഈ ബ്രിട്ടീഷുകാരില്ലാത്ത ബ്രിട്ടീഷ് ഭരണമായി മാറും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഒരു മിയർ പൊളിറ്റിക്കൽ സ്വരാജ് ഇംഗ്ലീഷ് മെൻ ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ് റൂൾ ആണ്, അതായത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ഉത്തരം ഓപ്ഷൻ ബി, ഗാന്ധിയാണ് ഇത്തരത്തിലൊരു അഭിപ്രായം. ഹി ആർഗ്യൂഡ് ദിസ്, അതായത് ഇദ്ദേഹത്തിന്റെ ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിലാണ് ഇത് അഭിപ്രായപ്പെടുന്നത്. 1909 ഈ പുസ്തകം. അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഹിന്ദ് സ്വരാജിന്റെ വർഷം 1909. ഈ ഹിന്ദ് സ്വരാജിൽ ഇദ്ദേഹം പറയുന്നത് നമുക്ക് വെറും സ്വാതന്ത്ര്യം, രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ്, ലീഗൽ ആൻഡ് എക്കണോമിക് സിസ്റ്റത്തിൽ മാറ്റം വരണം. ഈ നമ്മുടെ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ്, എക്കണോമിക്, ലീഗൽ സിസ്റ്റം ഒക്കെ ഇതുവരെ ആരാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ആരാണ് ഉണ്ടാക്കിയിരുന്നത്? അത് ബ്രിട്ടീഷുകാരാണ്, അല്ലെ? അപ്പൊ അവരുടെ പാതയിൽ നമുക്ക് പിന്തുടരാൻ പറ്റില്ല. നമുക്കൊരു ഫണ്ടമെന്റൽ ചേഞ്ച് തന്നെ കൊണ്ടുവരണം. അതായത് ഇതൊക്കെ അഴിച്ചു പണിഞ്ഞ് ഇന്ത്യക്കാരുടെ രീതിയിലേക്ക് മാറ്റണം. എങ്കിലേ നമ്മൾ പൂർണ്ണമായിട്ട് ഇൻഡിപെൻഡന്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഗാന്ധിയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ 1909 ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Who among the following was hanged on 23rd March 1931 in the Lahore conspiracy case? ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് 23 മാർച്ച് 1931 തൂക്കിലേറ്റപ്പെട്ടത് ഇവരിൽ ആര്? സൂര്യാസെൻ, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്, നൺ ഓഫ് ദീസ്. ഒന്നുകൂടി ഓപ്ഷൻസ് വായിക്കാം. സൂര്യാസെൻ, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്, നൺ ഓഫ് ദിസ്. ഇവർ ആരാണ് ലാഹോർ കോൺസ്പിറസി കേസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ ബി, രാജ്ഗുരു ആണ്. ഓക്കെ, രാജ്ഗുരു ആണ് ലാഹോർ കോൺസ്പിറസി കേസുമായിട്ട് ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടത്. അപ്പൊ ഇദ്ദേഹം ഉൾപ്പെട്ട അസോസിയേഷൻ ആണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ, HSRA. ഇതൊരു റാഡിക്കൽ അസോസിയേഷൻ ആണ്. നമ്മൾ പറഞ്ഞു കോൺഗ്രസിൽ റാഡിക്കലും മോഡറേറ്റ്സും ഉണ്ട്. അപ്പൊ ഈ ഒരു അസോസിയേഷൻ റാഡിക്കൽ ആയിട്ടുള്ള ആളുകളുടെ അസോസിയേഷൻ ആണ് HSRA. സൈമൺ കമ്മീഷന്റെ എതിരെയുള്ള പ്രൊട്ടസ്റ്റിനിടയിൽ ലാത്തി ചാർജ് നടക്കുന്നുണ്ട്. അതിലൊരു മഹാനായ വ്യക്തി മരിച്ചു പോകുന്നുണ്ട് ആ ലാത്തി ചാർജിന്റെ പോലീസിന്റെ അടിയേറ്റ്. ആരാണ്? ലാലാ ലജ്പത് റായ്, അല്ലെ? ഇവരുടെ എല്ലാവരുടെ ഒരു ഗുരു ആയിരുന്നു ലാലാ ലജ്പത് റായ്. അദ്ദേഹം മരിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ മരണത്തിന് അവെഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ജോൺ പി സോണ്ടേഴ്സിനെ മർഡർ ചെയ്യാണ്. ആക്ച്വലി ഇവർ ഉദ്ദേശിച്ചത് ഈ ലാത്തി ചാർജിന് ഉത്തരവാദിയായിരുന്ന വേറൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊല്ലാനാണ്. പക്ഷെ അറിയാതെ ഇവര് ജോൺ പി സോണ്ടേഴ്സിനെയാണ് വധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ ഒരു കേസിനകത്ത് വരുന്നത്. അത് മാത്രല്ല, ഇതിനുശേഷം ഭഗത് സിംഗ്, അതുപോലെ ബതുകേശ്വർ ദത്ത് ഇവര് രണ്ടുപേരും കൂടി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് പോയി ബോംബിട്ട് കീഴടങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളും കൂടിയാണ് ലാഹോർ കോൺസ്പിറസി കേസായിട്ട് വരുന്നതും. അങ്ങനെ ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ് ഇവരെ 3 പേരെയും ഒരു ലോങ് ട്രയലിന് ശേഷം 23 മാർച്ച് 1931 തൂക്കിലേറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആരൊക്കെയാണ് തൂക്കിലേറിയത്? ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ്. ഇവര് 3 പേരാണ് ലാഹോർ കോൺസ്പിറസി കേസുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നത്. ഓക്കെ, ഇവരെ 3 പേരെയും തൂക്കിലേറ്റി. അടുത്ത ചോദ്യം. ഹൂ റോട്ട് ദ ബുക്ക് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി? ഗാന്ധിക്ക് ശേഷമുള്ള ഇന്ത്യ എന്ന പുസ്തകം ആരാണ് എഴുതിയത്? ഓപ്ഷൻ എ, ബിപിൻ ചന്ദ്ര. ഓപ്ഷൻ ബി, രാമചന്ദ്ര ഗുഹ. ഓപ്ഷൻ സി, സുമിത് സർക്കാർ. ഓപ്ഷൻ ഡി, രണജിത് ഗുഹ. ആരാണ് ഗാന്ധിക്ക് ശേഷമുള്ള ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം രചിച്ചത്? വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി. നമുക്ക് ആൻസർ നോക്കിയാലോ? ആൻസർ ഓപ്ഷൻ ബി, രാമചന്ദ്ര ഗുഹയാണ്
ഓപ്ഷൻ ബി രാമചന്ദ്ര ഗുഹയുടെ പുസ്തകമാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി. ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? 1947 ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വന്നിട്ടുള്ള പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഗാന്ധിക്ക് ശേഷമുള്ള ഇന്ത്യയിലെ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്ന പുസ്തകമാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ബാക്കിയുള്ള ഓതേഴ്സ് എല്ലാവരും ഹിസ്റ്റോറിയൻസ് ആണ്. ഇവരെല്ലാവരും കുറെ ഹിസ്റ്റോറിക്കൽ വർക്ക്സ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടന്റ് നമുക്ക് നോക്കി പോവാം. രണജിത് ഗുഹയുടെ പുസ്തകമാണ് എലമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസന്റ് ഇൻസർജൻസി ഇൻ കൊളോണിയൽ ഇന്ത്യ. ഓക്കെ, എലമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസന്റ് ഇൻസർജൻസി ഇൻ കൊളോണിയൽ ഇന്ത്യ. പിന്നെ മോഡേൺ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചാരാണ്? സുമിത് സർക്കാർ ആണ്. ഓക്കെ, മോഡേൺ ഇന്ത്യ സുമിത് സർക്കാർ. അതുപോലെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ബിപിൻ ചന്ദ്രയുടെ പുസ്തകമാണ് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ബിപിൻ ചന്ദ്ര. അപ്പൊ ഇത്രയും പുസ്തകങ്ങൾ ഓർത്തിരിക്കണം, പ്രത്യേകിച്ച് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, രാമചന്ദ്ര ഗുഹ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. അടുത്ത ക്വസ്റ്റ്യൻ, who was instrumental in founding the National Planning Committee in 1938 for drawing up a plan of economic development on the basis of industrialization? മോത്തിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ബി.ജി. തിലക്, മൗലാന അബ്ദുൽ കലാം ആസാദ്. അതായത് നമ്മുടെ നാഷണൽ പ്ലാനിംഗ് കമ്മീഷന് മുമ്പ് ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു അല്ലെ. ഇത് ആരാണ് ഇതിന്റെ മെയിൻ ഫൗണ്ടർ, അല്ലെങ്കിൽ ഇത് ഫൗണ്ട് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. 1938 വർഷം. ആരാണ്? അതെ, ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഉത്തരം. അപ്പൊ 1938 കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് ഹരിപ്പുരയിൽ വെച്ചാണ്. ഓക്കെ, ഹരിപ്പുര സെഷൻ ഓഫ് കോൺഗ്രസിലാണ് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആവുന്നത്. ഈ ഒരു സെഷനിൽ വെച്ചിട്ടാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വേണമെന്ന് ഇവര് ഇത് മുന്നോട്ട് വെക്കുകയും അങ്ങനെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യുന്നത്. എന്ന് 1938 ഹരിപ്പുര സെഷൻ ഓഫ് കോൺഗ്രസ്, സുഭാഷ് ചന്ദ്രബോസ്, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ഒരു ലൈനായിട്ട് പഠിച്ചു വെച്ചേക്കുക. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938, ഹരിപ്പുര സെഷൻ, സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ഈ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി വന്നത്? ഇന്ത്യയുടെ എക്കണോമിക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഇന്ത്യയിൽ ഒരുപാട് പോവേർട്ടിയും അൺഎംപ്ലോയ്മെന്റും ഒക്കെ നിലനിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഇന്ത്യ എങ്ങനെ കരയ്ക്ക് കയറ്റാൻ പറ്റും? ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു എക്കണോമിക് പ്ലാനിങ്ങിലൂടെ മാത്രമേ ഇന്ത്യയെ ഇത്രയും വലിയൊരു കുഴിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതിന് ഇവർ കണ്ടുപിടിച്ച വഴി എന്താണ്? ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അതായത് വൻ രീതിയിലുള്ള വ്യവസായവൽക്കരണം. ഈ വ്യവസായവൽക്കരണത്തിൽ ഊന്നിയാണ് ഇന്ത്യ ഇതിൽ നിന്നൊക്കെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റുന്നത്. അപ്പൊ അതാണ് ഈ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടാവാനിടയായ സാഹചര്യം. അങ്ങനെ 1951 നമ്മുടെ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത് വരെ അതിന്റെ ഒരു പിൻഗാമിയായിട്ട് ഈ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി തുടർന്നു വന്നു. അടുത്ത ചോദ്യം, in 1933, Mahatma Gandhi withdrew from all political activity and made a countrywide tour covering a distance of 12,504 miles. This tour is known as. 1933 മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ എല്ലാ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു രാജ്യാന്തര ടൂറിന് പുറപ്പെട്ടു. 12,504 മൈല് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു വലിയൊരു യാത്രയായിരുന്നു അത്. അപ്പൊ ആ യാത്ര ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ജൻ ജാഗരൻ യാത്ര, ഓപ്ഷൻ ബി ദണ്ഡി യാത്ര, ഓപ്ഷൻ സി സമാജ് സമത യാത്ര, ഓപ്ഷൻ ഡി ഹരിജൻ യാത്ര. ഇന്നത്തെ ഏതാണ്? ദണ്ഡി യാത്ര എന്തിനു വേണ്ടിയിട്ടുള്ളായിരുന്നു? സോൾട്ട് ലോസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു അല്ലെ. സമാജ് ജൻ ജാഗരൻ യാത്ര, സമാജ് സമത യാത്ര, ഇതാണ് പിന്നെ നമ്മൾ ഇത്തിരി ഒന്ന് കറക്കാനുള്ള ഓപ്ഷൻസ്. ഹരിജൻ യാത്ര ഉണ്ട്. ഹരിജൻ യാത്ര ഓഫ് കോഴ്സ് ഗാന്ധിയുടെ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ സമാജ് ഓപ്ഷൻ സിയും എയും ഗാന്ധിയുമായിട്ട് നമുക്ക് റിലേറ്റഡ് ആണോ എന്നുള്ള ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ ഓപ്ഷൻ ഡി ഹരിജൻ യാത്രയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഹരിജൻ യാത്രയാണ് ആൻസർ. ഹരിജൻ യാത്ര നടക്കുന്നത് നവംബർ 1933 മുതൽ ഓഗസ്റ്റ് 1934 വരെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അൺടച്ചബിൾസ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം സ്വയം സമർപ്പിച്ചിറങ്ങി തിരിക്കുകയാണ്.
അപ്പോൾ പൂന പാക്ടിന് ശേഷം ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇദ്ദേഹം പൊളിറ്റിക്കൽ ആക്ടിവിറ്റി നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നൊക്കെ ഇദ്ദേഹം ഇച്ചിരി മാറി നിന്ന് സോഷ്യൽ റിഫോമിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. സാമൂഹികമായിട്ടുള്ള പല മുന്നേറ്റങ്ങളും കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിലേക്കാണ് ഇദ്ദേഹം ശ്രദ്ധ ചെലുത്തി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹരിജൻ യാത്ര നടക്കുന്നത്. ഓക്കെ, ഇദ്ദേഹം അൺടച്ചബിൾസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിനെ വിളിക്കുന്ന ഹരിജൻ എന്നാണ്. ഹരിജന്റെ മീനിങ് എന്താ? ചിൽഡ്രൻ ഓഫ് ഗോഡ്, ഹരിയുടെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ, ഏറ്റവും അടുത്ത ആളുകൾ എന്ന അർത്ഥത്തിലാണ് ഹരിജൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാമ്പയിനില് അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു. അതുപോലെ ഹരിജൻ സേവക് സംഘിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ഷനും ഈ ഒരു യാത്രയിലുടനീളം നടത്തിയിരുന്നു. ഓക്കെ, നമ്മൾ ദണ്ഡി യാത്ര നോക്കിയായിരുന്നു. ദണ്ഡി യാത്ര സോൾട്ട് ലോസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഈ ജൻ ജാഗരൺ യാത്രയും സമാജ് സമത യാത്രയും ഇത് രണ്ടും ഗാന്ധിയായിട്ട് ഡയറക്ട്ലി ബന്ധപ്പെട്ട യാത്രകളൊന്നും അല്ല. ഇത് പല പൊളിറ്റിക്കൽ ലീഡേഴ്സ് നടത്താറുണ്ട്, പല അവയർനെസ്സിനും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്താറുണ്ട്. വളരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ നടത്താറുള്ള രണ്ട് യാത്രകളാണ് ഈ രണ്ട് യാത്രകളും. ഓക്കെ, ഗാന്ധിയായിട്ട് ബന്ധപ്പെട്ടത് ദണ്ഡി യാത്രയും ഹരിജൻ യാത്രയും മാത്രമാണ്. അടുത്ത ചോദ്യം, കുറച്ച് ന്യൂസ് പേപ്പേഴ്സിന്റെ ഫൗണ്ടേഴ്സും തന്നിട്ടുണ്ട്. അതിലെ ഇൻകറക്റ്റ് പെയർ ഏതാണെന്നാണ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. 2 സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. 3 ഹിന്ദു പാട്രിയോട്ട് മധുസൂദൻ റേ. 4 മിറാത്തുൽ അക്ബർ ഫിറോസ് ഷാ മേത്ത. ഇതിനകത്ത് ഏതാണ് ഇൻകറക്റ്റ് പെയർ? ഇൻകറക്റ്റ് പെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 4 ഇൻകറക്റ്റ് പെയർ. മിറാത്തുൽ അക്ബർ ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഫിറോസ് ഷാ മേത്ത. മിറാത്തുൽ അക്ബറിന്റെ ഫൗണ്ടർ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, നമ്മൾ ഈ മിറാത്തുൽ അക്ബർ എന്നൊക്കെ പേര് വെക്കുമ്പോൾ ചിലപ്പോൾ ഫിറോസ് ഷാ മേത്ത ആണെന്ന് കരുതാൻ സാധ്യതയുണ്ട്, പക്ഷെ അത് തെറ്റാണ്. രാജാറാം മോഹൻ റോയ് ആണ് മിറാത്തുൽ അക്ബറിന്റെ ഫൗണ്ടർ. മിറാത്തുൽ അക്ബർ ഒരു പേർഷ്യൻ ജേർണൽ ആണ്. 1822 മിറാത്തുൽ അക്ബർ ഫൗണ്ട് ചെയ്യുന്നത്. പേർഷ്യൻ ജേർണൽ രാജാറാം മോഹൻ റോയ് ആണ്. ഫിറോസ് ഷാ മേത്തയ്ക്കും സ്വന്തമായിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, അത് ബോംബെ ക്രോണിക്കിൾ ആണ്. ഫിറോസ് ഷാ മേത്തയുടെ ന്യൂസ് പേപ്പറിന്റെ പേര് എന്താണ്? ദ ബോംബെ ക്രോണിക്കിൾ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ന്യൂസ് പേപ്പറിന്റെ പേര് ബോംബെ ക്രോണിക്കിൾ ആണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് പേരിനെ കുറിച്ച് നോക്കണം. ബംഗാൾ ഗസറ്റ് എന്താ? ഇന്ത്യയുടെ ആദ്യത്തെ മേജർ ന്യൂസ് പേപ്പർ ആണ് ബംഗാൾ ഗസറ്റ് അല്ലെ. 1780 ബംഗാൾ ഗസറ്റ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഫസ്റ്റ് മേജർ ന്യൂസ് പേപ്പർ പബ്ലിഷ് ഇൻ ഇന്ത്യ. ഇതാരാണ്? ഇതിന്റെ ഫൗണ്ടർ ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആണ് ബംഗാൾ ഗസറ്റിന്റെ ഫൗണ്ടർ. അപ്പൊ ഇദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ നമ്മൾ ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്നാണ് വിളിക്കുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം. ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം ആരാ? വേഗം പറഞ്ഞേ. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ന്യൂസ് പേപ്പർ ഏതാ? ബംഗാൾ ഗസറ്റ്. ഫിറോസ് ഷാ മേത്തയെ അസോസിയേറ്റ് ചെയ്ത ന്യൂസ് പേപ്പർ ഏതാ? ദ ബോംബെ ക്രോണിക്കിൾ. മിറാത്തുൽ അക്ബർ ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെ. അപ്പൊ അത്രയും ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, which among the following statement is true with regard to the Government of India Act 1935? Government of India Act 1935 ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ആ ആക്ടിലുള്ളത്, അല്ലെങ്കിൽ ട്രൂ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ആ ആക്ടിലെ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദ ആക്ട് വാസ് പാസ്ഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ലോർഡ് ലിൻലിത്ഗോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്: ദ ആക്ട് ഇൻട്രൊഡ്യൂസ് ഡയാർക്കി ഇൻ ദ പ്രൊവിൻസസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: ആക്ട് പ്രൊവൈഡഡ് സെപ്പറേറ്റ് ഓട്ടോണമി ടു ദ പ്രൊവിൻസസ്. നാലാമത്തത്: ദ ആക്ട് വാസ് റിപ്പീൽഡ് ഇൻ 1936. ഈ 4 സ്റ്റേറ്റ്മെന്റ്സിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935യുമായി ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള, സത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ആക്ട് പ്രൊവൈഡഡ് സെപ്പറേറ്റ് ഓട്ടോണമി ടു ദ പ്രൊവിൻസസ്. പ്രവിശ്യകൾക്ക് സെപ്പറേറ്റ് ഓട്ടോണമി കൊടുത്തു ഈ ആക്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റിലൊക്കെ വന്ന തെറ്റ് എന്താണെന്നും കൂടി നോക്കണം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ലോർഡ് ലിൻലിത്ഗോന്റെ ടൈമിലാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നതെന്നാണ് അല്ലെ. അത് തെറ്റാണ്. ലോർഡ് വില്ലിംഗ്ടണിന്റെ ടൈമിലാണ് ഈ ഒരു ആക്ട് പാസ്സാക്കപ്പെടുന്നത്. ഈ ആക്ട് ഡ്രാഫ്റ്റ് ചെയ്ത കമ്മിറ്റിയിൽ നമ്മുടെ ലോർഡ് ലിൻലിത്ഗോ ഉണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം വൈസ്രോയ് ഒന്നും ആയില്ല. ഇതിന് ശേഷം 1936 ശേഷമാണ് ലോർഡ് ലിൻലിത്ഗോ വൈസ്രോയ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പം ലോർഡ് വില്ലിംഗ്ടണിന്റെ ടൈമിലാണ് ഈ ആക്ട് പാസ്സാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് മാറുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഈ ആക്ട്
പ്രോവിൻസസിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ആക്ട് ആണോ പ്രോവിൻസസിൽ ഡയാർക്കി കൊണ്ടുവരുന്നത്? അല്ല. ഇതിനു മുൻപേ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നിരുന്നു. എന്നാണ്? 1919 അല്ലെ, 1919 ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നിരുന്നു. ആ ആക്ട് ആണ് ആക്ച്വലി പ്രോവിൻസസിൽ ഡയാർക്കി കൊണ്ടുവരുന്നത്. ഈ 1935 ആക്ട് ആക്ച്വലി പ്രോവിൻസസിലെ ഡയാർക്കി അബോളിഷ് ചെയ്തു. 19 കൊണ്ടുവന്ന ഡയാർക്കി 35 ആക്ട് വന്ന് അബോളിഷ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് നമ്മുടെ സെന്ററിൽ ഡയാർക്കി കൊണ്ടുവന്നു ഈ ആക്ട്. അപ്പൊ ഇച്ചിരി ട്രിക്കിയാണ്. ഈ ആക്ട് ഇൻട്രൊഡ്യൂസ് അല്ല ചെയ്തത്, അബോളിഷ് ചെയ്യുകയാണ് ചെയ്തത്. പ്രൊവിൻസസിലെ ഡയാർക്കി അബോളിഷ് ചെയ്തുകൊണ്ട് സെന്ററിൽ ഡയാർക്കി കൊണ്ടുവന്നു. പ്രൊവിൻസസിലെ ഡയാർക്കി വന്നത് ഏത് ആക്ട് പ്രകാരമായിരുന്നു? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമായിരുന്നു പ്രൊവിൻസസിലെ ഡയാർക്കി വന്നിരുന്നത്. ഓക്കെ, അപ്പൊ അത് 1935 പുതിയ ആക്ട് വന്നപ്പോൾ ആ ഡയാർക്കി അങ്ങ് എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു. എന്നിട്ട് ഇവിടത്തെ ഡയാർക്കി കൊണ്ട് സെന്ററിൽ വെച്ചു. അതാണ് ഇതിനകത്ത് വരുന്ന മാറ്റം. ഇതിനകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റുന്ന അതുകൊണ്ടാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ദ ആക്ട് പ്രൊവൈഡഡ് സെപ്പറേറ്റ് ഓട്ടോണമി ടു ദ പ്രൊവിൻസസ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ശരിയാണ്, അതാണ് ശരിയായിട്ടുള്ള കാര്യം. ഈ ഒരു ആക്ടിന്റെ മെയിൻ ഫീച്ചർ തന്നെ അതായിരുന്നു, പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് പ്രൊവിൻസസിൽ നിന്ന് ഡയറക്റ്റ് എടുത്തു മാറ്റിയിട്ട് ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ്, ഉത്തരവാദിത്ത ഗവൺമെന്റ് അവിടെ സ്ഥാപിക്കുകയും ഓരോ പ്രൊവിൻസസിനെയും ഓട്ടോണമസ് യൂണിറ്റ് ആയിട്ട് അഡ്മിനിസ്ട്രേഷന് അനുവദിക്കുകയും ചെയ്തു. അത് ഈ ഒരു ആക്ടിന്റെ മെയിൻ പോയിന്റ് ആണ്. ഓക്കെ, ഈ നാലാമത്തെ പോയിന്റ് എന്താ? ദ ആക്ട് വാസ് റിപ്പീൽഡ് ഇൻ 1936 എന്ന് പറയുന്നുണ്ട് അല്ലെ. അത് ഇൻകറക്റ്റ് ആണ്. കാരണം ഈ ആക്ട് നിലവിൽ വരുന്നതിന് 1937 പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യ അങ്ങോട്ട് ഭരിക്കുന്നതിന്റെ മെയിൻ ഗവേണിംഗ് ഡോക്യുമെന്റ് ആയിരുന്നു ഈ ആക്ട്. അതായത് 1947 വരെ ഈ ആക്ട് നിലവിൽ ഉണ്ടായിരുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വളരെ മേജർ പാർട്സ്, ഓക്കെ, വൺ ഓഫ് ലാർജർ പാർട്സ് നമ്മൾ ഈ ഒരു ആക്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ബോറോ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ആക്ട് അങ്ങനെ റിപ്പീൽ ആയിട്ടൊന്നും ഇല്ല. 1936 47 വരെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നത് വരെ ഈ ആക്ട് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് 1935 ആക്ടിന്റെ സമ്മറി? ഈ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്രൊവിൻസസിലെ ഡയാർക്കി അബോളിഷ് ചെയ്തുകൊണ്ട് പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊണ്ടുവന്നു. പിന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓൾ ഇന്ത്യ ഫെഡറേഷൻ കൊണ്ടുവന്നു. ഓക്കെ, ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ പ്രപ്പോസ് ചെയ്യാണ് ചെയ്തത്. ഓൾ ഇന്ത്യ ഫെഡറേഷൻ പ്രപ്പോസ് ചെയ്തു. പിന്നീട് ഒരു ഫെഡറൽ കോർട്ട് കൊണ്ടുവരുന്നുണ്ട്. 1937 ഒരു ഫെഡറൽ കോർട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ RBI സ്ഥാപിച്ചു. 1935 RBI സ്ഥാപിച്ചു. അതുപോലെ തന്നെ സെന്ററിൽ ഡയാർക്കി കൊണ്ടുവന്നു. ഇതൊക്കെയാണ് ഈ ഒരു ആക്ടിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് among the following statement is not true? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. നോട്ട് ട്രൂ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1, സൈമൺ കമ്മീഷൻ വാസ് an Indian statutory commission. B, Simon Commission was created in November 1927. C, Indians protested against the commission because all the members of the commission were Europeans. D, protest against the commission resulted in a lathi charge leading to the death of Bipin Chandra Pal. സൈമൺ കമ്മീഷൻ ഒരു ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ആണ്. സൈമൺ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് നവംബർ 1927 കമ്മീഷനിലെ ഇന്ത്യൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ, ഇതിനെതിരെ നിൽക്കാനുള്ള കാരണം കമ്മീഷനിലെ എല്ലാവരും എന്തായിരുന്നു? യൂറോപ്യൻസ് ആയിരുന്നു. പിന്നെ ഇതിനിടയിൽ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ നടന്ന ലാത്തി ചാർജിൽ ബിപിൻ ചന്ദ്രപാൽ കൊല്ലപ്പെട്ടു. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് തെറ്റ്? നമ്മൾ ഇത് ഓൾറെഡി ഡീൽ ചെയ്തതാണ്. ഏതാണ്? ബിപിൻ ചന്ദ്രപാൽ ആണോ ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ടത്? ലാഹോർ കോൺസ്പിറസി കേസ് ഓർത്ത് നോക്കിയേ, ആണോ? അല്ല, ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ടത് ലാലാ ലജ്പത് റായ് ആണ്. ഓക്കെ, ലാലാ ലജ്പത് റായ് ആണ് സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ ലാത്തി ചാർജിനിടയിൽപ്പെട്ട് കൊല്ലപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഈ കമ്മീഷൻ, ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആണ്. സൈമൺ കമ്മീഷൻ ഒരു ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ ആണ്. സൈമൺ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് 1927 അതുപോലെ തന്നെ ഈ കമ്മീഷൻ പ്രക്ഷോഭം ഉണ്ടാവാനിടയായ കാരണം ഈ കമ്മീഷനിലെല്ലാം യൂറോപ്യൻസ് ആയിരുന്നു, ഒരൊറ്റ ഇന്ത്യൻ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. എന്തിനാണ് സൈമൺ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ, അതിനെ റിവ്യൂ ചെയ്യാനും വേണ്ട കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് റെക്കമെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ മുന്നോട്ട് വരുന്നത്.
ഓക്കെ, ഇതിൽ 7 മെമ്പേഴ്സ് ആണ് സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. 7 മെമ്പേഴ്സ് ആണ് സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും തന്നെ യൂറോപ്യൻസ് ആണ്, അതായത് ബ്രിട്ടീഷ് മെമ്പേഴ്സ് ആണ്, നോ ഇന്ത്യൻ മെമ്പേഴ്സ്. ഇന്ത്യക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് ഇന്ത്യക്കെതിരെ ഒരു ഇൻസൾട്ട് ആയിട്ടാണ്, അതായത് ഇന്ത്യക്കാർക്ക് അതിനുള്ള ഒരു കഴിവില്ല എന്നുള്ള രീതിയിൽ വിളിച്ചു പറയുന്ന രീതിയിലാണ് ഈ ഒരു ഇന്ത്യൻസിനെ ഒന്നും ഉൾപ്പെടുത്താതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാര്യത്തിനെതിരെ പ്രക്ഷോഭിച്ചതും. അപ്പൊ സൈമൺ കമ്മീഷന്റെ ചെയർമാൻ സർ ജോൺ സൈമൺ ആണ്, സർ ജോൺ സൈമൺ. സൈമൺ കമ്മീഷൻ ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? ഇതും നോട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. Lord Curzon ordered to partition Bengal on July 20, 1905. Partition of Bengal came into force on October 16, 1905. The Bengal was partitioned in order to disrupt the unity between Hindus and Muslims. ഡി ഓൾ ആർ ട്രൂ. അപ്പൊ ബംഗാൾ പാർട്ടീഷനെ സംബന്ധിച്ചിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസറിലേക്ക് പോവാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഓൾ ആർ ട്രൂ. അതായത് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ഒന്നുപോലും തെറ്റില്ല. അതാണ് ആൻസർ. ഇപ്പൊ പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടക്കുന്ന എന്നാണ് 1905 അല്ലെ. ബംഗാൾ പ്രസിഡൻസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈസ്റ്റ് ബംഗാൾ, വെസ്റ്റ് ബംഗാൾ എന്ന പേരിൽ ഡിവൈഡ് ചെയ്യുന്നു. വെസ്റ്റ് ബംഗാൾ ഹിന്ദു മെജോറിറ്റിയും ഈസ്റ്റ് ബംഗാൾ മുസ്ലിം മെജോറിറ്റി ഏരിയ ആയിട്ട് അങ്ങനെ, അതായത് ഒരു മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ സ്പർദ്ധ കൊണ്ടുവരണം. ഇതാണ് ഈ ഒരു ബംഗാൾ പാർട്ടീഷന്റെ മെയിൻ കാരണം. മുസ്ലിംസിന്റെയും ഹിന്ദുസിന്റെയും യൂണിറ്റി തകർക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ലോർഡ് കേഴ്സൺ ആണ് ഇതിന് ഓർഡർ ഇടുന്നത്. എന്നാണ്? ജൂലൈ 20, 1905. പാർട്ടീഷൻ നിലവിൽ വരുന്നത് ഒക്ടോബർ 16, 1905. ഓക്കെ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇസ് എ ടെറിട്ടോറിയൽ റീഓർഗനൈസേഷൻ ഓഫ് ബംഗാൾ പ്രസിഡൻസി. അപ്പം ഇത് അനൗൺസ് ചെയ്യുന്നത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സൺ ആണ്. റീഓർഗനൈസേഷൻ ഒക്ടോബർ 16 നടക്കുന്നു. ഓക്കെ, പിന്നീട് ഇത് ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ കണ്ടന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായകരമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ലെറ്റ്സ് മീറ്റ് ഇൻ അനദർ വീഡിയോ. താങ്ക് യു.